ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീരദേശാഭിമാനി സർ ചേറ്റൂർ ശങ്കരൻ നായരുടെ സ്മൃതി ദിനത്തിൽ മങ്കരയിലെ ചേറ്റൂരിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ബി.ജെ.പി. ചേറ്റൂർ ശങ്കരൻ നായരുടെ കുടുംബാംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ശ്രീ കൃഷ്ണൻകുട്ടി നായർ അവർകൾ മങ്കരയിലെ ഉണ്ണിയേട്ടൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി പി കെ കൃഷ്ണദാസേട്ടനെ ക്ഷണിക്കുന്നു. അടുത്തതായി ചേറ്റൂർ ശങ്കരൻ നായർ ഫാമിലിയിലെ മറ്റൊരു അംഗം ശ്രീമതി ഗീത അവർകളെ ആദരിക്കുന്നതിനായി പി കെ കൃഷ്ണദാസേട്ടനെ ക്ഷണിക്കുന്നു. അടുത്തതായി അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ മറ്റൊരംഗം ശ്രീമതി ജാനകി അവർകൾ പി കെ കൃഷ്ണദാസേട്ടൻ ജാനകി അവർകളെ ആദരിക്കുന്നു. ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഭാരതീയ ജനതാ പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ പി കെ കൃഷ്ണദാസേട്ടനെ ക്ഷണിക്കുന്നു. ആദരണീയനായ ഈ ശ്രേഷ്ഠമായ ചടങ്ങിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അമരക്കാരൻ ശ്രീമാൻ പ്രശാന്ത് ശിവൻ, രാജ്യം കണ്ട ഏറ്റവും വലിയ ദേശാഭിമാനിയായ സ്വാതന്ത്ര്യ സമര സേനാനിയായ ശ്രീ ചേറ്റൂർ ശങ്കരൻ നായർ അവരുടെ തറവാട്ടിലെ ഇന്നത്തെ തലമുറയിൽപ്പെട്ടിട്ടുള്ള ശ്രീമാൻ കൃഷ്ണൻകുട്ടി നായർ, അതുപോലെ ബഹുമാന്യ ശ്രീമതി ഗീത ചേച്ചി, അതേപോലെ ശ്രീമതി ജാനകി ചേച്ചി, അതോടൊപ്പം തന്നെ ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ഷൺമുഖൻ, അതോടൊപ്പം ജില്ലാ ഉപാധ്യക്ഷ ശ്രീമതി ബിന്ദു, ബി.ജെ.പിയുടെ മണ്ഡലം അധ്യക്ഷ ശ്രീമതി ഗംഗ, വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതാവായ ശ്രീ രഘുനാഥൻ കെ, ഈ മങ്കരയിലെ സാഹിത്യകാരനായ മുരളി മങ്കര, അതേപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ മണ്ഡലം നേതാക്കന്മാരെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമസ്കാരം. ശ്രീമാൻ ചേറ്റൂർ ശങ്കരൻ നായരുടെ അനുസ്മരണ ചടങ്ങ് സമ്പന്നമായത് ആ കുടുംബത്തിലെ 3 പേരുടെ സാന്നിധ്യം കൊണ്ടാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയുകയാണ്. ഈ 3 പേരിലൂടെ നാം ആ മഹത്തരമായിട്ടുള്ള ഈ രാഷ്ട്രത്തിന് മഹത്തരമായ, അതുല്യമായ, അമൂല്യമായ സംഭാവന ചെയ്തിട്ടുള്ള ആ ചേറ്റൂർ തറവാടിനെയും ചേറ്റൂർ തറവാടിൻ്റെ അഭിമാനഭാജനമായ ശ്രീ ചേറ്റൂർ ശങ്കരൻ നായരെയും നാം സ്മരിക്കുകയാണ്. ശ്രീ ചേറ്റൂർ ശങ്കരൻ നായരുടെ പാതാരവിന്ദങ്ങളിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള ഈ തലമുറയിലെ ഇപ്പോഴത്തെ കണ്ണികളായിട്ടുള്ള ഈ 3 മഹൽ വ്യക്തികൾക്കുള്ള ആദരവും ഞാൻ ആമുഖമായി ആദ്യമേ തന്നെ പ്രകടിപ്പിക്കുകയാണ്. നിങ്ങളെ കാണുന്ന സമയത്ത് നിങ്ങളുടെ സാന്നിധ്യം ഒരു നവരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ജീവിതം സമർപ്പിച്ചിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ച് അത് ആവേശം നൽകുന്നു, പ്രേരണ നൽകുന്നു. ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഇന്ധനമായിട്ട് നിങ്ങൾ 3 പേരുടെയും സാന്നിധ്യം മാറുന്നു എന്നുള്ളത് അഭിമാനത്തോടു കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നേരത്തെ ശ്രീ ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ച് നേരത്തെ പ്രശാന്ത് ശിവൻ സൂചിപ്പിക്കുകയും ഏതാണ്ട് 1857 ജൂലൈ മാസം 11-ാം തീയതിയാണ് നമ്മുടെ ഈ നാട്ടിൽ മങ്കര അദ്ദേഹം ഭൂജാതനാവുന്നത്.
പിന്നെ അദ്ദേഹത്തിൻ്റെ കർമ്മകാന്ഡം എന്ന് പറയുന്നത് 1077 വർഷമാണ്. 1934 ഏപ്രിൽ 24-ാം തീയതിയാണ് അദ്ദേഹം ചെന്നൈയിൽ അദ്ദേഹത്തിൻ്റെ വിയോഗമുണ്ടാകുന്നത്. ഈ കർമ്മകാന്ഡത്തിനിടയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് അദ്ദേഹം വ്യത്യസ്തമായ ഉന്നതമായ ഉയർന്ന നിരവധി പദവികൾ അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് പാലക്കാട്ടും കേരളവും ദേശീയ രാഷ്ട്രീയത്തിന് നൽകിയ അമൂല്യമായ സംഭാവനയാണ് ചേറ്റൂർ ശങ്കരൻ നായരെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അദ്ദേഹം ഒരു ബഹുമുഖ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. സഹസ്രരശ്മികളുള്ള സൂര്യഭഗവാനെ ഒരു രശ്മിയിൽ മാത്രം ഒതുക്കാൻ കഴിയില്ലെന്ന് പറയുന്നത് പോലെ ശ്രീ ചേറ്റൂർ ശങ്കരൻ നായരെ ഒരു ദേശഭക്തൻ എന്നുള്ളതിൽ മാത്രം ഒതുക്കാൻ പറ്റില്ല. രാഷ്ട്രതന്ത്രജ്ഞൻ എന്നുള്ള പദവിയിൽ മാത്രം ഒതുക്കാൻ കഴിയില്ല. വിദ്യാഭ്യാസ ചിന്തകൻ എന്നുള്ളതിൽ മാത്രം ഒതുക്കാൻ കഴിയില്ല. അദ്ദേഹം നിയമപണ്ഡിതനായിരുന്നു. അങ്ങനെ ബഹുമുഖ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ശ്രീ ചേറ്റൂർ ശങ്കരൻ നായർ. പക്ഷെ ഇന്ന് ലോകം, ഭാരതം അദ്ദേഹത്തെ സ്മരിക്കുന്നത് രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവിസ്മരണീയവും ആവേശജ്വരവുമായിട്ടുള്ള പോരാട്ടം നടത്തിയതിൻ്റെ പേരിലാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അവിസ്മരണീയവും ആവേശകരവുമായിട്ടുള്ള ഏടുകൾ എഴുതി ചേർത്ത ദേശഭക്തനാണ്, ദേശസ്നേഹിയാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ശ്രീ ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ സ്മൃതി ദിനത്തിൽ BJP നേതാവ് PK കൃഷ്ണദാസ് സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.